أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും റഹ്മാനായ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ കഴിവിന്റെ പരമാവധി സൂക്ഷിച്ച് നല്ല ഭക്തരായി ജീവിക്കണം എന്ന് എന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആൻ ദുനിയാവിൽ വെച്ച് വളരെ അടുത്ത ബന്ധമുള്ള പല ആളുകളും പരലോകത്ത് വെച്ച് പരസ്പരം ശത്രുക്കളാകും എന്ന് ഏതാനും വിഭാഗം ആളുകളെക്കുറിച്ച് പറഞ്ഞതാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ 3 വിഭാഗം അത്തരം ആളുകളുണ്ട് എന്ന് പറഞ്ഞു. ഒന്ന്, ദുനിയാവിൽ തെറ്റുകളിൽ കൂട്ടുകാരായ ആളുകൾ, ഇവിടെ അടുത്ത ബന്ധമായിരിക്കും, പക്ഷെ പരലോകത്ത് അവർ കഠിന ശത്രുക്കളാകും. കാരണം ഞങ്ങൾ നരകത്തിൽ പോകാൻ കാരണം ഈ കൂട്ടുകെട്ടും ഈ കൂട്ടുകാരനുമാണല്ലോ എന്ന് അവിടെ വെച്ച് ബോധ്യപ്പെടുകയാണ് ശത്രുതക്കു കാരണം. രണ്ടാമത്തേത്, ദീനുമായൊരടുപ്പമോ ഒരു ബന്ധമോ ഇല്ലാതെ മക്കൾ വളർത്തി ദുനിയാവ് മാത്രം അവരുടെ ഇഷ്ടമാക്കി മാറ്റിയ രക്ഷിതാക്കൾ. ഈ ദുനിയാവിൽ അവരെ ഭയങ്കര ഇഷ്ടമായിരിക്കും, പക്ഷെ പരലോകത്ത് ആ മക്കൾ ഞങ്ങൾ നരകത്തിൽ പോകാൻ കാരണം വാപ്പാന്റെ ഇമ്മാന്റെ ഈ വളർത്തലാണല്ലോ എന്ന് ബോധ്യപ്പെട്ട് ഞങ്ങളുടെ കാലിനടിയിലേക്ക് അവരുടെ തലയൊന്ന് വെച്ച് തന്നാൽ ദേഷ്യം കൊണ്ട് അവരെ ചവിട്ടി താഴ്ത്താമായിരുന്നു എന്ന് അവിടെ വെച്ച് അവർ ശത്രുക്കളായി മാറും. 3, ഖുർആനും ഹദീസിനും അപ്പുറമായി പണ്ഡിതന്മാരുടെ വാക്കുകൾ കേട്ട് ജീവിച്ചവർ ഇവിടെ ആ പണ്ഡിതന്മാരെ സ്നേഹിക്കുമെങ്കിലും അവിടെ വെച്ച് ഞങ്ങളുടെ ഇരട്ടി ശിക്ഷ അവർക്ക് നൽകണമേ എന്ന് അവരുടെ ശത്രുവായിട്ട് അള്ളാഹുവിനോട് പറയുകയും ചെയ്യും. ഖുർആൻ വീണ്ടും ഏതാനും ചില ആളുകളെ കൂടി പറയുന്നുണ്ട്. നമ്മളിത് സംസാരിക്കുന്നത് ഇതിലേതിലെങ്കിലും ഒന്നിൽ ഞാനോ നിങ്ങളോ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് പിന്മാറാനും അവസാനിപ്പിക്കാനും ഈ ദുനിയാവിലും പരലോകത്തും നമ്മുടെ കൂടെയുള്ളവർ നമ്മുടെ അടുത്ത ചങ്ങാതിമാരും സ്നേഹിതന്മാരുമായി 2 ലോകത്തും മാറണം എന്നുള്ളത് കൊണ്ടാണ്. പരിശുദ്ധ ഖുർആൻ അടുത്തതായി സൂചിപ്പിക്കുന്നത് അള്ളാഹുവിന്റെ ദീനിനേക്കാൾ അപ്പുറം സ്വന്തം ശരീരത്തെയും അതിന്റെ ഇഷ്ടങ്ങളെയും പരിഗണിച്ചവർ നാളെ പരലോകത്ത് അതേ ശരീരത്തിന്റെ ശത്രുവായി മാറും എന്ന് ഖുർആൻ പറയുന്നതായിട്ട് കാണാം. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിന്റെ സമാധാനത്തിന് അള്ളാഹു നിശ്ചയിച്ചു തന്നതാണ് നമ്മുടെ മതം. എന്നാൽ ആ മതത്തിനേക്കാൾ അപ്പുറം നമ്മുടെ അല്ലാഹു തന്ന ഈ ശരീരത്തെയും ശരീരത്തിന്റെ അവയവങ്ങളെയും ആ അവയവങ്ങളുടെ ഇഷ്ടത്തെയും താല്പര്യത്തിനും വേണ്ടി നമ്മൾ ദീനിനെതിരായ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇതേ ശരീരവും ഇതേ അവയവങ്ങളും നമ്മൾക്കെതിരായി നാളെ പരലോകത്ത് വരികയും നമ്മുടെ ശത്രുവായി നാളെ പരലോകത്ത് അല്ലാഹുവിനോട് വാദിക്കുകയും ചെയ്യുന്നത് ഖുർആൻ നമ്മൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഖുർആൻ അവരെ വിളിച്ച വാചകം എന്താ അറിയോ? അള്ളാഹുവിന്റെ ശത്രുക്കൾ എന്നതാണ്. ഖുർആനിന്റെ വാക്ക് യൗമ യുഹ്ശറു അഅദാഉല്ലാഹി ഇലന്നാർ. പടച്ചോനെ ശത്രുവായി കണ്ട് അവരെ ശത്രുവായി കണ്ട ആൾക്കാരെ നരകത്തിലേക്ക് ഒരുമിപ്പിച്ചു കൂട്ടും. ഫഹും യൂസഊൻ, അവരങ്ങനെ തെളിച്ചു കൊണ്ടുവരികയാണ്. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പോകണ്ട, നേർക്ക് നേരെ നരകത്തിലേക്ക് തന്നെ പോകൂ എന്ന് തെളിച്ചല്ല കൊണ്ടുവരികയാണ്. ഹത്താ ഇദാ മാ ജാഊഹ, അങ്ങനെ അവർ നരകത്തിലേക്ക് എത്തുമ്പോൾ ഷഹീദ അലൈഹിം, അവർക്കെതിരെ അള്ളാഹു സാക്ഷികളെ കൊണ്ടുവരാൻ. ആരെ കൊണ്ടുവരണ്ട്? അങ്ങാടിത്തെ ആൾക്കാരോ കുടുംബക്കാരോ ചങ്ങാതിമാരോ ഒന്നുമല്ല. സംഅഹും, അവരുടെ കേൾവിയാകുന്ന ചെവിയെയാണ് അള്ളാഹ് എതിരായിട്ട് സാക്ഷിയായിട്ട് കൊണ്ടുവരിക. വ അബ്സ്വാറുഹും, അവരുടെ കാഴ്ചയാകുന്ന കണ്ണുകളെയാണ് അവർക്കെതിരെ സാക്ഷിയായി കൊണ്ടുവരിക. വ ജുലൂദഹും, അവർ ആസ്വദിച്ചവരുടെ തൊലിയെയാണ് അള്ളാഹു
അവർക്കെതിരെയായി സാക്ഷിയായി കൊണ്ടുവരിക. ബിമാ കാനൂ യഅമലൂൻ, അവർ ഈ ദുനിയാവിൽ പ്രവർത്തിച്ചതിന്റെ. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ദീനിനെതിരായി ഈ ദുനിയാവിൽ അള്ളാഹ് നൽകിയ കൈകാലുകൾ കൊണ്ട്, ശരീരം കൊണ്ട് ഹറാമുകൾ ചെയ്തു ജീവിച്ച ആളുകൾക്ക് ഇതേ ശരീരവും ഇതേ കൈകാലുകളും തന്നെ എതിരായി പരലോകത്ത് അള്ളാഹുവിനോട് സാക്ഷിയായി നിൽക്കും എന്ന് അള്ളാഹു നമ്മൾക്ക് പറഞ്ഞു തരുന്നത് നമ്മൾ അല്പമൊക്കെ ഗൗരവത്തിൽ കാണേണ്ട കാര്യമാണ്. ഒരു കാര്യം നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, ഈ ലോകത്ത് അള്ളാഹ് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽ പെട്ടതാണ് ഈ നമ്മുടെ ശരീരമാകുന്ന, നമ്മുടെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളും. നമ്മൾക്ക് എത്രയോ കൂട്ടുകാരുണ്ടല്ലോ. എനിക്കൊരു സഹപ്രവർത്തകനായ അധ്യാപകനുണ്ട്, 2 മക്കളുണ്ട്, ഭാര്യയുണ്ട്. പക്ഷെ ഇന്ന് വരെ ഭാര്യയെയോ ഉമ്മയെയോ ആ 2 കുട്ടികളെയോ അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ജന്മനാ കാഴ്ച ശക്തി ഇല്ലാതെയാണ് അള്ളാഹു അദ്ദേഹത്തെ സൃഷ്ടിച്ചത്. നമ്മൾക്കെല്ലാവരെയും കാണാൻ കഴിയുന്നു. എത്രയോ മക്കൾ നിങ്ങൾ കണ്ടിട്ടില്ലേ സഹോദരങ്ങളെ? ബാക്കിയുള്ള മക്കളെല്ലാം പിതാവിന്റെ കൈ പിടിച്ച് അങ്ങാടിയിലൂടെ നടന്നു പോകുമ്പോ പിതാവിന് നേരെ കൈകൾ നീട്ടാൻ ഒരു കൈയില്ലാതെ അള്ളാഹു ഈ ദുനിയാവിലേക്ക് പറഞ്ഞയച്ച എത്ര കൂട്ടുകാരുണ്ട്, എത്ര കുട്ടികളുണ്ട്. ജീവിതത്തിൽ ബാക്കിയുള്ള ആളുകളെല്ലാം നടന്നു പോകുമ്പോൾ, പന്ത് കളിക്കുമ്പോൾ സ്വന്തം കാലുകൾ കൊണ്ട് ബെഡിൽ നിന്ന് എഴുന്നേൽക്കാൻ കഴിയാത്ത എത്രയോ സഹോദരങ്ങളുണ്ട്. അവിടെയാണ് അൽഹംദുലില്ലാ നമ്മൾക്ക് അള്ളാഹു ഈ ശരീരവും, ശരീരത്തിൽ അള്ളാഹു അവയവങ്ങളും നൽകി. ഇനി ആ അവയവങ്ങൾ നാളെ പരലോകത്ത് എങ്ങനെയാണ് വരേണ്ടത്? ആ അവയവങ്ങൾ നാളെ പരലോകത്ത് എങ്ങനെയാ വരേണ്ടത്? നമ്മുടെ കണ്ണ് അള്ളാഹുവിന്റെ മുന്നിൽ വരേണ്ടത് അള്ളാഹ് നിഷിദ്ധമാക്കിയത് ഒഴിവാക്കുകയും നന്മകൾ കാണുകയും അള്ളാഹുവിന്റെ ഗ്രന്ഥം പാരായണം ചെയ്തതിന്റെ ഒക്കെ അടയാളമായിട്ടാണ് എന്റെയും നിങ്ങളുടെയും കണ്ണ് വരേണ്ടത്. നമ്മുടെ കൈകൾ നാളെ പരലോകത്ത് എങ്ങനെയാണ് വരേണ്ടത്? സാധുക്കളായ മനുഷ്യരെ, കഷ്ടപ്പെടുന്ന മനുഷ്യരെ ഈ കൈകൾ കൊണ്ട് സഹായിച്ചതും സമാധാനിപ്പിച്ചതും, പ്രായമുള്ള ആളുകളെ കൈകൾ കൊണ്ട് പിടിച്ച് അവരെ സഹായിച്ചതിന്റെയും അടയാളമായിട്ടാണ് നമ്മുടെ കൈകൾ നാളെ പരലോകത്തേക്ക് വരേണ്ടത്. നമ്മുടെ കാലുകൾ പരലോകത്തേക്ക് വരേണ്ടത് അള്ളാഹുവിന്റെ പള്ളിയിലേക്ക് നടന്നതും ദീനീ ദഅ്വാ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പടച്ചോൻ ഇഷ്ടപ്പെട്ട മാർഗത്തിൽ നടന്നതിന്റെയും അടയാളമായിട്ടാണ്. എന്നാൽ ഇതിന് നേരെ വിപരീതമായി നമ്മുടെ കണ്ണും നമ്മുടെ കൈയും നമ്മുടെ കാലുകളും പടച്ചോൻ നിരോധിച്ച കാര്യങ്ങളിൽ ഇഴുകി മുഴുകി ജീവിച്ച് പരലോകത്തെത്തുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം ചെയ്യുന്ന ദർശനങ്ങളെ ശിക്ഷയ്ക്ക് വിധേയമാക്കുന്നതിന് പകരം എന്താ ചെയ്യുന്നറിയോ? നമ്മളെ ബോധിപ്പിച്ചു തരാൻ. കണ്ണുകൊണ്ട് നമ്മൾ തോന്നിവാസം കണ്ടത്, കൈകാലുകൾ കൊണ്ട് ഹറാമുകൾ ചെയ്തത്, അള്ളാഹുവിന്റെ ദീനിനേക്കാൾ അപ്പുറം നമ്മുടെ ശരീരത്തെ സ്നേഹിച്ചത് കൊണ്ടാണ്. ആ സ്നേഹിച്ച ശരീരത്തെ പടച്ചവനേക്കാൾ കൂടുതൽ ശരീരത്തെ സ്നേഹിച്ച നമ്മളെ അതേ ശരീരം കൊണ്ട് തന്നെ പടച്ചവൻ നമ്മൾക്കെതിരെ എതിരായി സാക്ഷിത്വം പറയിക്കുന്നതാണ് ഖുർആൻ നമുക്ക് പറഞ്ഞിരുന്നത്. അതുകൊണ്ടാ ഖുർആന്റെ വാക്ക് അൽയൗം. നമ്മളെ പടച്ചവനെ കൊണ്ടിട്ട് പറയും അൽയൗം, ഇന്ന് നഖ്തിമു അലാ അഫ്വാഹിഹിം. ആദ്യം അല്ല ചെയ്യ, വായക്ക് സീല് വെക്കും. അത്തരം ആൾക്കാരുടെ നാവിന് അല്ല സീല് വെക്കും. എന്തിനറിയോ? പരലോകത്ത് മിണ്ടാതെക്കാൻ, പരലോകത്ത് ന്യായീകരിക്കാതിരിക്കാൻ, പരലോകത്ത് പടച്ചോനോട് തർക്കുത്തരം പറയാതിരിക്കാൻ, കാരണങ്ങൾ ചികഞ്ഞ് ആളുകളുടെ മുന്നിൽ പറഞ്ഞ പോലെ അള്ളാന്റെ മുന്നിൽ പറയാതിരിക്കാൻ. എന്ന് പറഞ്ഞില്ലേ? നാവടക്കണം, മിണ്ടാതിരിക്കണം. അള്ളാഹ് ആദ്യം നാവ് പൂട്ടും. എന്നിട്ട് അള്ളാഹു നേർക്ക് നേരെ പറയും പിന്നെ അള്ളാഹു നാവിന് പകരം, വായക്ക് പകരം കൈകൾ കൊണ്ട് അള്ളാഹു കയ്യിനെ കൊണ്ട് സംസാരിപ്പിക്കും. പിന്നീട് അള്ളാഹു കാലിനെ സാക്ഷിയായിട്ട് കൊണ്ടുവരും. ബിമാക്കാനു യക്സിബൂൻ, അവരിത്രയും കാലം ഈ ദുനിയാവെന്ന് സമ്പാദിച്ചത് ചെയ്തത്. സഹോദരങ്ങളെ, അള്ളാഹ് എന്താ ചെയ്യറിയോ? ഇതിന്റെ വിശദീകരണം ഹദീസിൽ, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. കൈകാലുകളെയും കണ്ണുകൾ കൊണ്ടും തൊലികൾ കൊണ്ടും അള്ളാഹു സംസാരിപ്പിക്കുകയും അവയെ തന്നെ അള്ളാഹു തെളിവായിട്ട് സാക്ഷിയായി കൊണ്ടുവരികയും ചെയ്യും എന്നത്. എന്താ സംഭവിക്കാറിയോ? അള്ളാഹു മിണ്ടാ സമ്മതിക്കൂല. കാരണം മിണ്ടിയ പിന്നെയും നോണറിയും, കാരണങ്ങൾ പറയും. അത് എന്റെ വളർന്ന സാഹചര്യം എങ്ങനെയായിരുന്നു, എന്റെ ജോലി സ്ഥലം എങ്ങനെയായിരുന്നു, എന്റെ വാപ്പ ചെറുപ്പത്തിൽ അങ്ങനെ ആക്കിയതാണ്, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് അതൊക്കെ മനസ്സിലാക്കിയത്. ഇങ്ങനെയുള്ള ന്യായീകരണങ്ങൾ മുഴുവൻ പറഞ്ഞിട്ട് പരലോകത്ത് ന്യായീകരിക്കുന്നുള്ളതുകൊണ്ട് അള്ളാഹ് എന്ത് ചെയ്തു? ആദ്യം നാവിനെ സീല് വെക്കും. എന്നിട്ട് അള്ളാഹു നേർക്ക് നേരെ ചോദിക്കാൻ തുടങ്ങും. കയ്യിനോട് സംസാരിക്കാൻ വേണ്ടി പറയും. ഒരു വെറും ഇറച്ചി കഷ്ണമായ ഈ നാവിനെ കൊണ്ട് സംസാരിപ്പിച്ച അതേ പടച്ചോൻ കയ്യിനെ കൊണ്ട് സംസാരിപ്പിക്കും.
അപ്പം കൈ സംസാരിക്കും. എന്തെന്നറിയോ? കല്യാണത്തിന്റെ തലേന്നോ ഗൾഫിൽ നിന്ന് വന്ന കൂട്ടുകാരന്റെ ചെലവിന്റെ ഭാഗമായിട്ടോ ഇവിടെ നിന്ന് മൂന്നാറിലേക്ക് ട്രിപ്പ് പോയതിന്റെ അന്നോ ആരും കാണാതെ വ്യത്യസ്തമായ ബ്രാൻഡുകളിൽ പുതിയത് കുടിച്ചത് ഓരോ ഗ്ലാസിന്റെ കണക്കും കയ്യ് വർത്താനം പറയും. പോലീസിന്ന് SI അല്ല വർത്താനം പറയാ, അല്ല ചങ്ങാനല്ല വർത്താനം പറയിപ്പിക്ക. പിടിച്ച കൈ അള്ളാന്റെ മുന്നിൽ പറയും, ഞാൻ ഇത്ര വണ്ണം കുടിച്ചിട്ടുണ്ട്, ഞാൻ ഇത്ര ഗ്ലാസ് പിടിച്ചിട്ടുണ്ട്, ഞാൻ ഇത്ര തവണ വായിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. വായും സംസാരങ്ങളും ഒക്കെ ഈ ശരീരം കൊണ്ട് തന്നെ അള്ളാഹു നിർവഹിക്കും, ജീവിതത്തിൽ ചെയ്യിപ്പിക്കും. എനിക്ക് മടുപ്പില്ലാതെക്കാൻ, തൊഴിലിന് ഉത്സാഹം കിട്ടാൻ, ദീർഘയാത്രക്ക് ഉറക്കം വരാതെക്കാൻ, കൂലിപ്പണിക്ക് തളർച്ച വരാതെക്കാൻ, ഹറാമായ ഏതെങ്കിലും പൊടികൾ കയ്യിന്റെ ഉള്ളനടിയിലിട്ടിട്ട് അത് കൈകൾ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരുമ്മി ചുണ്ടിനടിയിലേക്ക് വെക്കുന്നത് 3 വിരലുകൾ പടച്ചോനോട് പറയും, പടച്ചോനെ 21ാമത്തെ വയസ്സിൽ വെക്കാൻ തുടങ്ങിയതാണ്. റമളാനിൽ നോമ്പ് തുറന്നതിന് ശേഷം തറാവി നിസ്കരിച്ചതിന് ശേഷം കടക്കിണീന്റെ മുന്നിൽ 1 മണിക്കൂറെങ്കിലും വെക്കും എന്ന് കയ്യ് പറയും. കയ്യ് അള്ളാന്റെ മുന്നിൽ വന്ന് പറയും, ചുണ്ടതിന് സാക്ഷ്യം വഹിക്കും. ആ റൂമിനെ പടച്ച തമ്പുരാൻ അതിനനുകൂലമായ തെളിവായിട്ട് അള്ള കൊണ്ടുവരും. ഇത് ഖുർആൻ പറഞ്ഞുതരാണ്, ഇത് പടച്ചോൻ പറഞ്ഞുതരാണ്. സ്വന്തം ബാപ്പാന്റെ ഇമ്മാന്റെയും പൈസ കൊണ്ട് പഠിച്ച്, ആ ബാപ്പാന്റെ ഇമ്മാന്റെയും പൈസ കൊണ്ട് ഡ്രസ്സ് വാങ്ങി, ആ ബാപ്പാന്റെ ഇമ്മാന്റെയും പൈസ കൊണ്ട് ഭക്ഷണം കഴിച്ച് ടൂറ് പോയി, അവരുടെ ജീവിതത്തിലെ കട്ടപ്പാടുകൾ മുഴുവൻ നമ്മൾ ഊറ്റിയെടുത്ത് അതേ പൈസ കൊണ്ട് വീട്ടിൽ ജീവിച്ചിട്ട് ബാപ്പാനും ഇമ്മാനും ചതിച്ച് നട്ടപ്പാതിരക്ക് ആരുടെയൊക്കെ മുമ്പിൽ അവനവന്റെ വീഡിയോ കോളുകൾ തുറന്നോ അത് മുഴുവനും കണ്ണ് സംസാരിക്കും. കാണിച്ചു കൊടുത്ത ശരീരത്തിന്റെ അവയവങ്ങളെ കുറിച്ച് പടച്ചോൻ നാളെ കൊണ്ടുവരും. ആരാ സംസാരിക്കറിയോ? ആരാ സംസാരിക്കുക? മൂത്തമ്മ ഞാൻ ഓളങ്ങനെ കോൾ ചെയ്യണത് ഓനങ്ങനെ കോൾ ചെയ്യുന്നത് കണ്ടു എന്നല്ല പറയാ, കണ്ണ് പറയും, പടച്ചോനെ ഇത്ര ദിവസം ഇത്ര സമയം ഈ റൂമിൽ വെച്ച് ഇന്നാളുകൾക്ക് വേണ്ടിയിട്ട് ഇന്നാളുകളുടെ മുന്നിൽ ശരീരം കാണിച്ചു കൊടുത്തിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്, ബാപ്പാനെ ചതിച്ചിട്ടുണ്ട്, ഉമ്മാനെ ചതിച്ചിട്ടുണ്ട്, വാതിൽ മുട്ടുമ്പോഴേക്കും പഠിക്കാന്ന് കളവ് പറഞ്ഞിട്ടുണ്ട് എന്ന് അള്ളാഹു ശരീരം കൊണ്ട് തന്നെ എതിർ സാക്ഷിത്വം വഹിക്കും. ഇത് ഖുർആൻ എന്തിനാ പറഞ്ഞു തന്നെ അറിഞ്ഞോളെ? അള്ളാന്റെ ദീനിന്റെ മുകളിൽ നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങളുടെ ഇഷ്ടത്തെ സ്വീകരിച്ചാൽ ഇതേ അവയവങ്ങൾ നാളെ പരലോകത്ത് നമുക്കെതിരായി വരും എന്ന് സ്ഥാപിക്കാനാണ്. ഏതെങ്കിലും കച്ചവട സ്ഥാപനത്തിൽ നിന്ന് അവനാന്റെ ജീവിതത്തിൽ തൊഴിലിടങ്ങളിൽ നിന്ന് ആരും അറിയാതെ പൈസ കക്കുന്നത് കയ്യ് പറയും. 4 ആൾക്കാർ ഒന്നിച്ചു കൂടിയിട്ട് 10,000ന്റെ ബില്ല്, 1 ലക്ഷത്തിന്റെ ബില്ല്, 25 ലക്ഷത്തിന്റെ ബില്ല്, അത് 10,000 എന്നുള്ളത് 15,000 ആക്കിയിട്ട് നമുക്ക് 3 ആക്കും ഡിവൈഡ് ചെയ്തെടുക്കാം. ആരും അറിയില്ല, CCTV ഇല്ലാത്തടത്താണ് സംസാരിക്കണത്. കയ്യ് പറയും, നാവ് പറയും, ചെവി പറയും. ഈ ചെവി കൊണ്ടാണത് കേട്ടത്, മുതലാളിനെ വഞ്ചിച്ചത് ഈ ചെവി കൊണ്ടാ കേട്ടത് എന്ന് ചെവി പറയും. സഹോദരങ്ങളെ, എന്തിനാ അതല്ല പറഞ്ഞിരുന്നറിയോ? നമ്മുടെ ജീവിതത്തിൽ അള്ളാന്റെ ദീനിനെ ഒഴിവാക്കി നമ്മൾ നമ്മുടെ താല്പര്യത്തെ സ്നേഹിച്ചാൽ ആ താല്പര്യങ്ങൾ നമുക്കെതിരായി വരുന്ന ലോകാണ് പരലോകം എന്ന് പറയാനാണ്. അവിടെ വെച്ച് നമ്മുടെ ശരീരത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഖുർആനിൽ. എന്താ ചോദിക്കണറിയോ? ഖാലു ലി ജുലൂദിഹിം, നമ്മൾ നമ്മുടെ തൊലിനോട് ചോദിക്കാൻ, കുടിച്ചതും വലിച്ചതും കട്ടതും വ്യഭിചരിച്ചതും ഹറാമ് കണ്ടതും ഒക്കെ ശരീരങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ നരകത്തിലേക്ക് പോകാന്ന് പറഞ്ഞപ്പം നാവിന്റെ സീൽ അല്ല പൊട്ടിച്ചതിന് ശേഷം നമ്മൾ ആദ്യം തൊലിനോട് ചോദിക്കാൻ, എന്തെന്നറിയോ? ലിമ ശഹിത്തും അലൈന, എടാ ഇതെന്തിനാടാ എനിക്കെതിരെ തന്നെ തെളിവ് പറയണത്? എന്തിനാ എനിക്കെതിരെ? ഞാൻ നിന്റെ ശരീരല്ലേ, എന്റെ തൊലിയല്ല നീ, എന്റെ കൈയല്ല നീ, എന്റെ കണ്ണല്ല നീ, പിന്നെ എന്തിനാണ് എനിക്കെതിരെ ശുപാർശ പറയണത്? അല്ലെങ്കിൽ എനിക്കെതിരെ നീ എതിർ സാക്ഷിത്വം പറയണത്? അതിന് കൈകാലുകളും തൊലിയും നൽകുന്ന മറുപടി എന്താ അറിയോ? ഖാലു അൻതഖനല്ലാഹു അല്ലദീ അൻതഖ കുല്ല ശൈഇൻ, നാവിനെ കൊണ്ട് സംസാരിപ്പിച്ച പടച്ചോൻ എന്നെ കൊണ്ടും സംസാരിപ്പിച്ചതാണ്. വഹുവ ഖലഖകും അവ്വല മറ, അവനല്ലേ ആദ്യം നമ്മളെ സൃഷ്ടിച്ചത്. വഇലൈഹി തുർജഊൻ, അവനിലേക്ക് തന്നെയല്ലേ മടങ്ങുന്നത്. സഹോദരങ്ങളെ, എന്താണ് ഈ പറഞ്ഞത്? ശരിക്കറിയണം, ദുനിയാവിൽ നമ്മുടെ ഏറ്റവും വലിയ സ്നേഹം അള്ളാന്റെ ദീനിനോടാകണം. ആ ദീനിനെതിര് നമ്മൾ ചെയ്യാൻ കാരണം കണ്ണിനുള്ള ആനന്ദത്തിന് വേണ്ടിയാണ്, ആ കണ്ണാണ് എതിര് പറയാ. കയ്യിനുള്ള ത്രില്ലിന് വേണ്ടിയിട്ടാണ്, ആ കയ്യാണ് നമുക്കെതിര് പറയാ. ലൈംഗികാവയവത്തിന്റെ ആസ്വാദനത്തിന് വേണ്ടിയാണ്, ലൈംഗികാവയവമാണ് നമുക്കെതിര് പറയുക. കാലിന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ്, ആ കാലാണ് നമുക്കെതിര് പറയുക. അതുകൊണ്ട്
അള്ളാഹുവിന്റെ ദീനിനെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സ്നേഹമായി വരണം. ഖുർആൻ രണ്ടാമത്തെ ഒരു ഭാഗം കൂടി ചേർത്ത് പറയുന്നു. അതെന്താണ്? ഇതിന് സമാനമായത്. പടച്ചവനേക്കാൾ കൂടുതൽ ശൈത്വാന ദുനിയാവിൽ ഇഷ്ടപ്പെട്ടവർക്ക് പരലോകത്ത് ശൈത്വാൻ ശത്രുവായി മാറും. ഒന്നുകൂടി ആ വാചകം പറയാൻ, ബോധ്യപ്പെടാൻ, മനസ്സിലേക്ക് ഇറക്കാൻ. അള്ളാഹുവിനേക്കാൾ ശൈത്വാന ദുനിയാവിൽ ഇഷ്ടപ്പെട്ടവർക്ക് ശൈത്വാൻ പരലോകത്ത് ശത്രുവാകും. ഇവിടെ അവർ ഭയങ്കര കൂട്ടുകാരായിരിക്കും. ഒരേ വാക്കായിരിക്കും രണ്ടുപേർക്കും. ശൈത്വാനും അവർക്കൊരു വാക്കായിരിക്കും. പരലോകത്ത് ശൈത്വാൻ അവരുടെ ശത്രുവാകും, തിരിച്ചുമാകും. എന്താണ് പറഞ്ഞതിന്റെ അർത്ഥം എന്നറിയോ? ദുനിയാവിൽ നമ്മളോട് രണ്ടാൾക്കാര് നമ്മളോട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന് അള്ളയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ യാ അയ്യുഹന്നാസ്, അള്ളാന്റെ കൽപ്പനകളാണ്. രണ്ടാരറിയോ? രണ്ട് ശൈത്വാനാണ്. വസ്വസ ഇലൈഹിമുശ് ശൈത്വാൻ യഇദുഹുമുശ് ശൈത്വാൻ. ശൈത്വാൻ നമ്മളോട് കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്താണ് അള്ളാന്റെ കൽപ്പനയും അള്ളാന്റെ വാക്കും ശൈത്താന്റെ വാക്കും നമ്മളുടെ വ്യത്യാസം അറിയോ? അള്ളാഹുവിന്റെ വാക്കുകൾക്ക് ഈ ലോകത്തും പരലോകത്തും ഖൈറ് മാത്രമേ ഉണ്ടാകുള്ളൂ. പക്ഷെ ഒരു പ്രശ്നം എന്താ അറിയോ? നമ്മൾക്ക് ചിലപ്പം ഇത് നമുക്ക് പ്രയാസാണോ എന്ന് തോന്നും. ഏതുപോലെ മാതാപിതാക്കളുടെ വാക്ക് പ്രായപൂർത്തി എത്താത്ത മക്കൾക്ക് പ്രയാസം ഉണ്ട് എന്ന് തോന്നും പോലെ അധ്യാപകരുടെ വാക്ക് വിദ്യാർത്ഥികൾക്ക് പ്രയാസമുണ്ട് എന്ന് തോന്നും പോലെ യഥാർത്ഥത്തിൽ പ്രയാസമല്ലല്ലോ. ഖൈറിന് വേണ്ടി പറയല്ലേ, പിന്നീട് മനസ്സിലാകുമല്ലോ. അതേപോലെ അള്ളാഹുവിന്റെ വാക്ക് ഈ ലോകത്തും പരലോകത്തും നമുക്ക് ഖൈറാണ്. പക്ഷെ ചിലത് നമുക്ക് അത് എനിക്ക് പ്രയാസല്ലേ, ബുദ്ധിമുട്ടല്ലേ, ജീവിക്കാൻ കഴിയോ എന്ന് തോന്നും. പിന്നീട് ബോധ്യപ്പെടും. എന്നാൽ ശൈത്താന്റെ വാക്കിന്റെ പ്രത്യേകത എന്താ അറിയോ? ഖുർആന്റെ വാക്ക് സുയ്യിന ലഹു സൂ അമലി ഫറആഹു ഹസന. ചീത്ത കാര്യങ്ങളെ പോലും ശൈത്താൻ വർണ്ണിച്ച് ത്രില്ലാക്കി ആനന്ദമാക്കി ഭയങ്കര സുഖമാക്കിയിട്ടാണ് ശൈത്താൻ നമ്മുടെ മുന്നിൽ വെക്കുക. ഇതിൽ നമ്മൾ ആരുടെ കൂടെ നിൽക്കുന്നു എന്നത് സ്വർഗവും നരകവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. എന്ന് പറഞ്ഞാൽ അല്ല പറയും, എടാ ദീനിയായി ജീവിച്ചോ, സമാധാനവും സന്തോഷം കിട്ടും. ശൈത്താൻ എന്ത് പറയോ? എടാ ദീനിയായി ജീവിച്ച ദുനിയാവ് ആസ്വദിക്കാൻ കഴിയില്ലട്ടോ. രണ്ട് വാചകം ഉണ്ടാകുക. അല്ല പറഞ്ഞു ദാനധർമ്മവും സക്കാത്തും കൊടുത്തോ, പൈസ വളരും. ശൈത്താൻ പറഞ്ഞു എടാ സ്വതക്ക കൊടുത്താ കെട്ടിക്കാൻ നേരത്ത് പൈസ ഉണ്ടാവില്ല, പൈസ കുറയും. നമ്മൾ ഏതിന്റെ കൂടെ നമ്മൾ ആലോചിച്ച് നോക്കുക. ആളുകളോട് വിനയവും വിട്ടുവീഴ്ചയും സഹാനുഭൂതിയും സഹിഷ്ണുതയും പുറത്തു കൊടുക്കലും ഉണ്ടായാൽ റഫഅല്ലാഹു ദറജ, അള്ളാഹു നമ്മുടെ വില ഉയർത്തും, പടച്ചോൻ നമ്മുടെ ദറജ കൂട്ടും എന്ന് അല്ല പറയും. അപ്പുറത്ത് ശൈത്താൻ എടാ ഗുണ്ടായിസം, തിരിച്ചടി, അങ്ങോട്ട് തെറി, അങ്ങാടിയിൽ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തോന്നിവാസം പറഞ്ഞാലേ ആളുകൾക്കിടയിൽ നിലയും വരെ ഉണ്ടാകുള്ളൂ എന്ന് ശൈത്താൻ പറഞ്ഞു. രണ്ട് ഭാഗമാണ്. ഇതിലേതിന്റെ കൂടെയാണ് നമ്മൾ നിൽക്കുന്നത്? ഏതിന്റെ കൂടെ നമ്മൾ നിൽക്കുന്നത്? നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. ഇവിടെ ശൈത്താൻ നമ്മളെ മോഹിപ്പിക്കാൻ ദീനിന്ന് വ്യതിചലിക്കാനുള്ള സകല മോഹങ്ങളും ശൈത്താൻ നമ്മളോട് പറയും. നിസ്കരിക്കാൻ നേരത്ത് നിസ്കരിക്കണ്ട, സക്കാത്ത് കൃത്യമായിട്ട് കൊടുക്കണ്ട, ഇസ്ലാമിക വേഷം ധരിക്കണ്ട, പടച്ചോനെ ജീവിക്കണ്ട. ശൈത്താൻ പറയും അങ്ങനെ നമ്മളാണ് ജീവിച്ചു. ബാക്കിയുള്ളവരൊക്കെ കളിയാക്കി, പള്ളിക്ക് പോകണോലെ കളിയാക്കി, ഇസ്ലാമിക വേഷം ധരിക്കണോലെ കളിയാക്കി, ദഅ്വാ പ്രവർത്തനത്തിൽ നടക്കണോലെ കളിയാക്കി, എല്ലാരെയും കളിയാക്കി നമ്മളാണ് ജീവിച്ചു. എന്നിട്ട് പരലോകത്തെത്തിയതിനു ശേഷം ഇനി ഇടപെടേണ്ട ശൈത്താനാണല്ലോ. ശൈത്താൻ പറഞ്ഞ വാചകം ഖുർആൻ ഒരു തവണ വായിച്ച് ഞാൻ എന്നും ആഗ്രഹിക്കും. നമ്മുടെ യുവാക്കൾ ചുമരും ഒട്ടിക്കേണ്ട ആയത്താണ്. ശൈത്താൻ നാളെ പറയണം ഖാല ശൈത്വാൻ അവിടെ വെച്ച് നമ്മളോട് പറയും. എപ്പോ? ലമ്മാ ഖുദിയൽ അം, ഏകദേശം എല്ലാം കഴിഞ്ഞു, പരലോകത്തെ വിചാരണകളും എല്ലാം കഴിഞ്ഞപ്പോ ഇന്നല്ലാഹ വഅദക്കും, ശൈത്താന്റെ വാക്കാട്ടോ, ഇന്നല്ലാഹ വഅദക്കും, മുഹമ്മദേ, ഫാത്തിമ, മുസ്ലിമീങ്ങളെ, അള്ളാഹു നിങ്ങളോട് ചില കരാറുകൾ പറഞ്ഞിരുന്നു. വഅദൽ ഹഖി, അതായിരുന്നു യഥാർത്ഥമായ സത്യത്തിലുള്ള കരാർ. നിസ്കരിച്ചാ സ്വർഗം കിട്ടുന്ന അല്ല പറഞ്ഞിരുന്നു, അതായിരുന്നു ശരി. ദീനിയായി ജീവിച്ചാ സന്തോഷം കിട്ടുന്ന അല്ല പറഞ്ഞിരുന്നു, അതായിരുന്നു ശരി. ഇസ്ലാമിക വേഷം ധരിച്ചാൽ സ്വർഗം കിട്ടുമെന്ന് പറഞ്ഞിരുന്നു, അതായിരുന്നു ശരി. സക്കാത്ത് കൊടുത്താലും സ്വതക്ക കൊടുത്താലും വർധനവുണ്ടാകുമെന്ന് അല്ല പറഞ്ഞിരുന്നു, അതായിരുന്നു ശരി. അടുത്തത് വവഅത്തുക്കും, ഞാൻ നിങ്ങളോട് ചില കരാറ് പറഞ്ഞിരുന്നു. അത്രയൊന്നും ദീനിയാകണ്ടടാ, അങ്ങനെ ആകണ്ടടാ, ഇപ്പൊ തന്നെ വയസ്സനാകണ്ടടാ,
ഫുൾ ടൈം ദീനിയായ അത്രയിൽ ഉണ്ടാവില്ലടാ. ഇത് ഞാൻ പറഞ്ഞിരുന്നു. ഫഖ്ലഫ്തുക്കും, ഞാൻ ഇന്ന് പിന്മാറുകയാണ്. അത് കളവായിരുന്നു. എവിടുന്നാ പറഞ്ഞറിയോ? പരലോകത്തുനിന്ന്. ഈ നാട്ടിലെ പടച്ചോനില്ല. പള്ളി എന്തിനാണ്? മദ്രസ എന്തിനാ? എന്തിനാ ആഴ്ചക്കാഴ്ചക്ക് ജുമാ ഖുത്ബ? ഈ ചോദിക്കുന്ന ആൾക്കാർ ഭയങ്കര ഹരത്തിലല്ല ചോദിക്കണത്. അവരെ കൊണ്ട് ശൈത്താൻ ചോദിപ്പിക്കാണ്. അവിടെ എത്തിയിട്ട് ശൈത്താൻ ചോദിക്കും, പറയും, എടാ ഞാൻ ഈ പറഞ്ഞത് മുഴുവൻ കളവെന്ന്, ഈ എന്തിനാ ഇങ്ങനെ പറഞ്ഞത് എന്ന് അവിടെ വെച്ച് ശൈത്വാൻ ശത്രുവാകും. ഇവിടുന്ന് കമ്പനി ആയിരിക്കും. കഴിഞ്ഞില്ല. വമാ കാന ലീ അലൈക്കും മിൻ സുൽത്താനിൻ, ശൈത്താന്റെ വാക്കാട്ടോ. എടാ എനിക്ക് നിന്റെ മേൽ, സഹോദരാ നിന്റെ മേൽ എനിക്കൊരു സ്വാധീനം ഉണ്ടായിരുന്നില്ല. കള്ളിഷാപ്പക്ക് തള്ളിടാൻ എന്നെ കൊണ്ട് കഴിഞ്ഞില്ല. ഇല്ല. വ്യഭിചാരശാലയ്ക്ക് തള്ളിടാൻ എന്നെ കൊണ്ട് കഴിയൂല. പള്ളിക്കൊക്കെ വരുമ്പോ കാലുകൊണ്ട് വള്ളി വെച്ച് താഴ്ത്തി വീഴ്ത്താൻ എന്നെ കൊണ്ട് കഴിയില്ല. ഇല്ല. പലിശന്റെ ഓഫീസാണുമ്പോ തള്ളിവിടാൻ എന്നെ കൊണ്ട് കഴിയില്ല. ഒന്നും എന്നെ കൊണ്ട് കഴിയില്ല. എനിക്ക് ആകെ എന്താ കഴിഞ്ഞറിയോ? ഇല്ല അൻതഅഉതുക്കും, നിങ്ങളെ ഞാൻ ക്ഷണിച്ചു. പൊയ്ക്കടാ, കുടിച്ചടാ, കുഴപ്പമില്ലടാ, സാരല്ലടാ, ത്രില്ലാണടാ, പവറാണടാ, കുഴപ്പമില്ലടാ, മാറടാ, ബാക്കി കുറച്ചും കൂടി കഴിഞ്ഞിട്ട് തൗബ ചെയ്യടാ, ഇപ്പൊ ഇങ്ങനെ പോയാ മതിയടാ, പെട്ടെന്ന് മരിക്കൂലടാ. ഇതേന്നും എന്റെ തോന്നിപ്പിക്കൽ. എനിക്കതിന് മാത്രം കഴിഞ്ഞ് ബലം പിടിച്ചു കൊണ്ടുവരാനോ തലവെട്ടി താഴ്ത്തിക്കിടാനോ കൈകാലുകൾ കൊണ്ട് ഉപദ്രവിക്കാൻ ഒന്നുമല്ല. നിങ്ങളുടെ ജീവിതത്തിൽ ക്ഷണിക്കാൻ ഫസ്തജബ്തും ലീ, നിങ്ങളതിന് ഉത്തരം നൽകി. പള്ളിക്കൊക്കെ വിളിച്ചപ്പം അല്ല വിളിച്ചപ്പം പോയില്ല. കള്ളിഷാപ്പൊക്കെ പോയി. ഇന്നെന്തിനാ ഞങ്ങൾ കുറ്റം പറയണത്? സക്കാത്ത് കൊടുക്കാൻ അല്ല വിളിച്ചു, പോയില്ല. പിന്നെ ലോട്ടറി ടിക്കറ്റ് വാങ്ങാൻ ഞാൻ വിളിച്ചു, നിങ്ങൾ പോയി. പള്ളിയിലേക്ക് ജുമഅക്ക് വരാൻ സഹോദരിമാരെ അല്ല വിളിച്ചു, പോയില്ല. പിന്നെയോ അപ്പുറത്ത് ഏതെങ്കിലും ഗാനമേളക്ക് ഡാൻസ് കളിക്കാൻ വേണ്ടി ഞാൻ വിളിച്ചു, നിങ്ങൾ പോയി. അതിനെന്തിനാണ് നിങ്ങൾ എന്നെ കുറ്റം പറയണത്? അല്ല നിങ്ങളോട് പറഞ്ഞിട്ടില്ലേനോ? ഫത്തഖിദുഹു അദുവ, ഇന്ന ശത്രുവായിട്ട് കാണണം. നിങ്ങൾ കേട്ടില്ലല്ലോ. നിങ്ങളാണ് കുറ്റക്കാർ. എന്നിട്ട് വാക്ക് ഫലാ തലൂമൂനി, പിശാചായ എന്നെ നിങ്ങൾ ആക്ഷേപിക്കണ്ട. വലൂമു അൻഫുസക്കും, നിങ്ങൾ നിങ്ങളെ തന്നെയാണ് ആക്ഷേപിക്കേണ്ടത്. ഇതിന്റെ അപ്പുറം എന്താ കൂട്ടരെ? ഞാൻ എന്നും ആലോചിക്കും, ഈ നാട്ടിൽ ദീനെന്തിനാ, ഖുത്ബ എന്തിനാ? ഭയങ്കര പോയിന്റ് ആയിട്ട് ഓരോരുത്തർ പറയാ. ഞങ്ങൾക്ക് അരമണിക്കൂറൊന്നും ഖുത്ബ കേൾക്കാൻ കഴിയൂല. 2.5 മണിക്കൂർ സിനിമയല്ല കാണുന്നത്, 8.5 മണിക്കൂർ വെബ് സീരീസാ വീട്ടിൽ നിന്ന് കാണുന്നത്. കൈ തരിക്കണില്ല, കണ്ണ് മടുക്കണില്ല, ഇരിക്കുന്നിടത്ത് തരിക്കണില്ല. 25 മിനിറ്റ് ഖുത്ബ ആകുമ്പോഴേക്കും മടുക്കാണ്. പുതിയ കാലഘട്ടത്തിനനുസരിച്ച് വളരെ ചുരുക്കി 10 മിനിറ്റ് ഉണ്ട്. 2.5 മണിക്കൂർ കാലഘട്ടത്തിൽ സിനിമ കണ്ടവർ ഇന്ന് എത്ര കാണാറ്? 20 എപ്പിസോഡാ കാണുന്നത്. എന്തേ മടുക്കാത്തത്? ശൈത്താൻ മനസ്സിലുണ്ടാക്കുക കൂട്ടരെ. നമ്മളെ അനുസരിച്ച് മാറാൻ നിൽക്കരുത്. ശൈത്താൻ തിരിച്ചു പറയും, ഞാൻ നിങ്ങളെ ക്ഷണിച്ചു കൊടുത്തതിലേക്ക് നിങ്ങൾ വന്നു. ഞാൻ യുവാക്കൾ കൂടി മുതിർന്നവർ കൂടി ഉണ്ടായതുകൊണ്ട് പറയാൻ, ശൈത്താനിൽ ആദ്യം എന്താ നമ്മളെ കൊണ്ട് പറയിപ്പിക്കാറിയോ? ഫസ്റ്റ് പറയിപ്പിക്കാൻ എന്താ അറിയോ? ലൈഫ് ഒന്നേ ഉള്ളടാ. നമ്മളെ കുട്ടികളൊക്കെ സ്റ്റാറ്റസ് ഒക്കെ ഉണ്ട്, ജീവിതം ഒന്നേ ഉള്ളൂ, പരമാവധി ആസ്വദിക്കണം. അതുകൊണ്ട് ഖുർആൻ പഠിക്കണ്ട, കാരണം ലൈഫ് ഒന്നല്ലേ ഉള്ളൂ. പള്ളിയുമായിട്ട് ബന്ധമുണ്ടാകണ്ട, ദീനീ പ്രബോധനത്തിന്റെ ഭാഗമായിട്ട് വരണ്ട, പൈസ വാക്കിനോടത്തേക്ക് സ്വർഗം കിട്ടുന്ന കാര്യത്തിക്കൊന്നും വരണ്ട. പിന്നെ ടൂറ്, കല്യാണം ഡ്രസ്സ്, അവനാന്റെ ആസ്വാദനങ്ങൾ. ലൈഫ് ഒന്നേ ഉള്ളൂ. ശൈത്താൻ അങ്ങനെ ഉണ്ടാക്കി. ഇതാ വരുന്നത് 19-ാം തീയതി അന്ന്. ഈ ആഴ്ചയിൽ നമ്മുടെ നാട്ടിൽ പുതിയ ആഘോഷങ്ങൾ വരികയാണ്. ആഘോഷങ്ങൾ ഓരോരുത്തർ സ്റ്റാറ്റസ്. പള്ളിയിൽ വരുന്നവർ, പ്രിൻസിപ്പാൾമാർ, അധ്യാപകന്മാർ, ഖുത്ബക്കും ക്ലാസിനും വരുന്നവരുടെ സ്റ്റാറ്റസ് ആണ്. എന്ത്? നക്ഷത്ര ചിഹ്നങ്ങൾ, പുൽക്കൂടുകൾ, ചുവന്ന ഡ്രസ്സുകൾ, വ്യത്യസ്തമായ തൊപ്പികൾ. എന്തേ സോങ്ങളെ, നമ്മൾ ഈ നാട്ടിൽ സ്വാതന്ത്ര്യദിനത്തിനുമായി ബന്ധപ്പെട്ടത് എല്ലാവരും പള്ളികളിൽ നിന്ന് പോലും നമ്മൾ മിഠായി കൊടുക്കണ്ടല്ലോ. കാരണം അതിൽ ബഹുദൈവ ആരാധന വരുന്നില്ല, അന്ധവിശ്വാസങ്ങൾ വരുന്നില്ല. റിപ്പബ്ലിക് ഡേക്ക് നമ്മുടെ മദ്രസകളുടെ മുന്നിൽ ഇന്ത്യയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നമ്മൾ പതാക ഉയർത്തുന്നുണ്ടല്ലോ. പക്ഷെ ഇതെന്താ വിഷയം അറിയോ സോങ്ങളെ? ഇതെന്താ വിഷയം എന്നറിയോ? പടച്ചവന് മകനുണ്ടായി എന്നതിന്റെ പേരിൽ ജന്മദിനാഘോഷം നടക്കുകയാണ്. ഇത് നമ്മുടെ നാവാണ്, അല്ല, ഖുർആനിന്റെ ആയത്താണ്. വഖാലു, ചില ആൾക്കാർ പറയാ, ഇത് നമ്മളെ അറിയാൻ വേണ്ടി പറയാണ്. ചില മനുഷ്യന്മാര് പറയാൻ, ഇത്തഖദ റഹ്മാനു വലദ, പടച്ചോന് കുട്ടി ഉണ്ടായിക്കണ്, പടച്ചവന് കുട്ടി ഉണ്ടായി എന്ന് ചില ആൾക്കാർ പറയാൻ. അല്ല പറയാൻ സാരല്ല എന്നാണ് അള്ളാന്റെ വാക്ക്. അല്ല, ലഖദ് ജിഅ്തും ശൈഅൻ ഇദ്ദ, ലോകത്തെ ഏറ്റവും ഭീകരമായ വാക്കാണ് അവിടെ നാവ് കൊണ്ട് അവർ പറഞ്ഞത്. ലം യലിദ് വലം യൂലദ് എന്നതിനെതിരാണ് ആ വാക്ക്. അള്ളാഹുവിന് മകനുണ്ടാവുകയോ കഴിഞ്ഞില്ല.
തകാദു സമാവാതു യതഫത്തർന, ആകാശം പൊട്ടിപ്പിളരുമാറ് ഭീകരമാണ് ആ വാക്ക്. വയൻഷഖു വതൻഷഖുൽ അർള്, ഭൂമി പിളരാൻ മാത്രം ഭീകരമാണ് ആ വാക്ക്. വതഖിറുൽ ജിബാലു ഹദ്ദാ, പർവ്വതങ്ങൾ നാമാവശേഷമായി പൊടിപൊടിയാകാൻ മാത്രം ഭീകരമാണ് ആ വാക്ക്. നമ്മുടെ മനസ്സിലെന്താ ശൈത്താനുണ്ടാക്കരോ? അതൊന്നും സാരല്ലടാ, അതൊന്നും കുഴപ്പമില്ലടാ. ആർക്ക് കുഴപ്പമില്ല? ശൈത്താന് കുഴപ്പമില്ല. ആ ശൈത്താൻ പരലോകത്ത് പറയും, അള്ളന്നോട് നാട്ടിലെ കല്യാണത്തിന് പോകണ്ടെന്ന് പറഞ്ഞോ, രാജ്യത്തിന്റെ സ്നേഹവുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങൾക്ക് പോകണ്ടെന്ന് പറഞ്ഞോ? ഒന്നും അല്ല പറഞ്ഞിട്ടില്ല. ബഹുദൈവാരാധനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവർക്ക് അവരുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കാം, എല്ലാം ചെയ്യാം. പക്ഷെ നമ്മൾക്ക് ശിർക്കുമായി ബന്ധപ്പെട്ടതും പടച്ചവന് കുട്ടിയുണ്ട് എന്നതുമായി ബന്ധപ്പെട്ട ഒന്നിലും നമ്മൾക്ക് നേർക്ക് നേരെ ബന്ധപ്പെടാനോ അതിന്റെ വേഷങ്ങൾ ധരിക്കാനോ അതിന്റെ സ്റ്റാറ്റസ് ആക്കാനോ അതുമായി ബന്ധപ്പെട്ട വീട്ടിൽ പണം ചെലവഴിക്കാനോ പാടില്ല എന്ന് അല്ലാഹു പറഞ്ഞിട്ട് 4 ഫെമിനിസ്റ്റുകളും 3 ലിബറൽവാദികളും അള്ളാന്റെ ദീനിൽ ഒരു ഇസ്സത്തുമില്ലാതെ പേരിൽ മാത്രം മുസ്ലിമായി ജീവിക്കുന്നവരുടെ വാക്ക് കേട്ടിട്ട് നീ ജീവിച്ചതിന് നീ എന്തിനാണ് എന്നെ കുറ്റം പറയുന്നത് എന്ന് പരലോകത്തുനിന്ന് ശൈത്താൻ ചോദിക്കാൻ ബാക്കി നിൽക്കുകയാണ്. സോണത് നമ്മൾക്ക് കുറച്ചൊരു ഗൗരവം ഉണ്ടാകണം. ദീനെ വളരെ സില്ലിയായിട്ട് ഇങ്ങനെ കാണും, എല്ലാത്തിനും ലാഘവത്തിൽ കാണുന്ന അവസ്ഥ ഉണ്ടാകരുത്. എല്ലാത്തിനും ശൈത്താൻ നിസ്സാരമാക്കും. നാട്ടിൽ നടക്കുന്ന ഓരോ ആഘോഷങ്ങളിലും ആണും പെണ്ണും ഒന്നിച്ച് ഇടകലർന്ന് ചാടുമ്പോ നമ്മൾ അതങ്ങനെയൊക്കെ ഉണ്ടാകും. പടക്കം പൊട്ടി മനുഷ്യൻ മരിച്ചപ്പോഴും ശൈത്താൻ പറഞ്ഞില്ലേ കുഴപ്പമില്ല ഇല്ലേ? പടക്കം പൊട്ടി മനുഷ്യന്റെ ആയുസ് പോയി. ആ പടക്കത്തിന്റെ വില പരലോകത്ത് എങ്ങനെ വരിക? എങ്ങനെ വരെ കൂട്ടരെ? നമ്മൾ ദീനി പഠിച്ചോലല്ലേ? ഞാൻ വാങ്ങിയ പടക്കം പൊട്ടിയിട്ട് 1.5 വയസ്സുള്ള കുട്ടി പാല് കുടിക്കണമെന്ന് ഞെട്ടിയാൽ ആ വില, ആ പടക്കത്തിന്റെ വില പരലോകത്ത് എന്തായിട്ട് വരിക? സ്വതക്കായിട്ട് വരെ. നമുക്കൊരു ബോധ്യം ഉണ്ടാണ്ടേ? ഇന്റെ ഭാര്യ ഇന്റെ പെൺകുട്ടികളും ഞാൻ വിജയിച്ചിട്ടുണ്ടാകാം, പരാജയപ്പെട്ടിട്ടുണ്ടാകാം. പക്ഷെ ഇസ്ലാമിന്റെ നിയമം പാലിക്കാതെ അങ്ങാടിയിൽ കാലാകാലം സോഷ്യൽ മീഡിയകളിൽ കാണുന്ന രൂപത്തിൽ 45, 50 വയസ്സുള്ള ഉമ്മാരും 25 വയസ്സുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും ഒന്നിച്ച് ഡാൻസ് കളിച്ചിട്ട് പിന്നീട് പള്ളിയിൽ വന്ന് 1ാമത്തെ സഫിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ മതത്തോട് കാണിക്കുന്ന നിന്ദ്യതയാണിത്. ഉണ്ടാകാൻ പാടില്ല. ശൈത്താൻ അവിടെ കൂടെ ഉണ്ടാകും. ശൈത്താൻ പറയും സാരല്ലടാ, സാരല്ല. ആ ശൈത്താനാ പറഞ്ഞത് വലാ തലൂമൂനി, നിങ്ങൾ ഇന്ന ആക്ഷേപിക്കേണ്ട. അല്ലാഹു നിങ്ങളോട് പറഞ്ഞിനി, മദ്രസയിൽ നിങ്ങൾ കേട്ടീനി, ഖുത്ബീന്ന് കേട്ടീനി, ആയത്തൊലീസും കേട്ടീനി. അപ്പൊ പുച്ഛായിരുന്നു. ഓല് കുറച്ച് മോലിയമാര്, ഓല് കുറച്ച് താടിക്കാര്, ഓലിങ്ങനെ മിമ്പർമെന്ന് എല്ലാം ഹറാമ്, എല്ലാം ഹറാമ്. എല്ലാം ഹറാമല്ല കൂട്ടര്. 100ൽ 90 ഹലാല, 10 ഹറാമാണ്. അത് പറയാനാ മിമ്പർ, അത് പറയാനാ പള്ളി, അത് പറയാനാണ് ദീന്, അത് പറയാനാണ്. അത് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ പടച്ചോനെ എന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പടച്ചോനെ നീ പുറത്തിരുന്ന് പ്രാർത്ഥിക്കാനുള്ള മനസ്സ്, ആ മനസ്സുണ്ടാകണം. ഓരോ വിഷയത്തിലും ആവർത്തിക്കുന്നു, അള്ളാഹുവിന് പകരം ശൈത്വാനിന്റെ വാക്കുകളെ സ്നേഹിച്ചവർ നാളെ പരലോകത്ത് ശൈത്താൻ തന്നെ ശത്രുവാകും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ് തഖുല്ലാഹി ഇബാദല്ലാഹ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് എന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്. സഹോദരങ്ങളെ, നമ്മൾ കഴിഞ്ഞ ഒരു വെള്ളിയാഴ്ച മുമ്പ് നമ്മുടെ മഹലിൽ സക്കാത്തുമായി ബന്ധപ്പെട്ടൊരു കാര്യം ഇങ്ങനെ പറഞ്ഞിരുന്നു. അത് എന്താണെന്ന് കൂടി വിശദീകരിക്കാം സാഹചര്യമാണെന്ന് തോന്നുന്നു. സാധാരണ നമ്മൾ റമദാൻ മാസത്തിലാണ് നമ്മുടെ സക്കാത്തൊക്കെ കൂട്ടിക്കൊടുക്കൽ. കുഴപ്പമൊന്നുമില്ല, വർഷം നമ്മളതാണ് കണക്കാക്കി കൊടുക്കുന്നത്, ഇങ്ങനെ ചെയ്യാം. എന്നാൽ നമ്മൾ ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ റമദാൻ വരെ കാത്തു നിൽക്കുമ്പോൾ സക്കാത്തിന്റെ വിഹിതമായി നമ്മുടെ പണം കിട്ടേണ്ട സ്ഥാനത്ത് അത് കിട്ടാതിരിക്കുമ്പം ഒരുപാട് സാധുക്കളായ മനുഷ്യർ നമ്മളോട് അപേക്ഷ ക്ഷണിച്ച് കാത്തിക്കുന്നുണ്ട്. നമ്മുടെ പണം കിട്ടിയാൽ അവരുടെ വീട്, രോഗം, പട്ടിണി, പ്രയാസം, ജോലി, ഇതിനൊക്കെ പരിഹാരമാവും. പക്ഷെ നമ്മൾ സ്വാഭാവികമായി നമ്മൾ ചെയ്യുന്നൊരു പ്രക്രിയ നിലനിൽക്ക് നമ്മളൊന്ന് വൈകിപ്പിക്കുമ്പം കുറേ വീടുകളിൽ പ്രയാസം അനുഭവിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാകണം. അപ്പൊ നമ്മൾക്ക് കഴിയുമെങ്കിൽ നമ്മൾ പെട്ടെന്ന് നമ്മുടെ കൊടുത്തു തീർക്കാനുള്ള സക്കാത്ത് നമ്മുടെ പള്ളി കമ്മിറ്റി ഏൽപ്പിക്കുക. കടം തിരിച്ചു കൊടുക്കാൻ കയ്യിൽ പൈസ ഉണ്ടായിട്ടും കുറച്ചും കൂടി കഴിഞ്ഞിട്ട് കൊടുക്കുക എന്ന് വിചാരിക്കുന്ന ആളുകൾ പ്രവാചകന്റെ അടുക്കലേക്ക് വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കുണ്ട്,
മത്തുലിൽ ഗനീയി ദുൽമുൻ, പൈസ കയ്യിൽ ഉണ്ടായിട്ടും അത് കൊടുത്തു തീർക്കാത്തവൻ ചെയ്യുന്നത് അക്രമമാണ്. ഇത് നമ്മുടെ മനസ്സിലുണ്ടാകണം. നമ്മളെ കുടുംബത്തിൽ ആരെങ്കിലും എളാപ്പ മൂത്താപ്പ അങ്ങനെ ആരെങ്കിലും വളരെ പ്രയാസമുള്ള ആൾക്കാർ നിങ്ങൾ ആലോചിക്കും, മനസ്സിൽ നിന്ന് കൊണ്ടുവരും. അവരാ പള്ളി കമ്മിറ്റിയിലേക്ക് ഒരു കത്ത് കൊടുത്തു, ഞങ്ങൾക്ക് വീട്ടിൽ കുറച്ച് പ്രയാസമുണ്ട്, അല്ലെങ്കിൽ രോഗത്തിന് മരുന്ന് വേണം, എത്ര പൈസ കിട്ടുമെങ്കിൽ. അപ്പൊ ആ പള്ളി കമ്മിറ്റിക്കാർ പറയണം, പൈസ ഇവിടെ ഉണ്ട്, പക്ഷെ ആൾക്കാർ കൊണ്ടുവന്ന് എത്തിച്ചിട്ടില്ല, എപ്പോഴാ കിട്ടുക അപ്പോൾ നിങ്ങൾക്ക് തരാം എന്ന് പറഞ്ഞാൽ നമ്മളുടെ എളാപ്പി മൂത്താപ്പി നമുക്ക് ഭയങ്കര സങ്കടം ഉണ്ടാവും. പടച്ചോനെ, എത്ര പെട്ടെന്നാണോ കിട്ടുന്നത് അത്രയും പെട്ടെന്ന് ആ വീട്ടില് പട്ടിണി മാറാം, രോഗം മാറാം, ചികിത്സ തുടങ്ങാം, കഷ്ടപ്പാടുകൾ നീങ്ങാം. നമ്മുടെ പണം, അള്ളാഹു നമ്മൾക്ക് നൽകിയ പണം, നമ്മൾ കൊടുക്കേണ്ട ഹക്ക് വൈകിപ്പിക്കാതിരിക്കണം എന്ന് വിനീതമായി ഉണർത്തുന്നു. ആരും കൊടുക്കാത്തവരില്ല. കൊടുക്കുന്നവർ പറ്റുമെങ്കിൽ പരമാവധി നേരത്തെ കൊടുക്കാൻ. ഈ സാഹചര്യം വളരെ പ്രധാനമാണ്. പലരും നമ്മുടെ സക്കാത്തിന്റെ പണം കിട്ടിയിട്ട് അവിടെ രോഗചികിത്സയ്ക്ക് വേണ്ടി കാത്തുക്കുന്നുണ്ട്, അവരുടെ വീട്ടിലെ പ്രയാസങ്ങൾ നീങ്ങാൻ വേണ്ടി കാത്തുക്കുന്നുണ്ട്. ആ കാര്യം സഹോദരങ്ങൾ മനസ്സിലുണ്ടാകുക. രണ്ടാമത്തെ ഒരു കാര്യം കൂടി, നമ്മൾ ജുമാക്ക് ശേഷം അവിടെ ഒരു ടേബിളും ഒരു കസേര ഇട്ടതേ. നമ്മൾ സക്കാത്ത് സാധാരണ റമദാനിലാണ് കൊടുക്കല്. ആ റമദാനിൽ കൊടുക്കുമ്പം എല്ലാവരുടെയും അനുഭവിക്കുന്നത് പ്രശ്നമല്ല, പക്ഷെ ഒരു മാനസിക സംഗതി പറയും. നമ്മൾ റമദാനിൽ കൊടുക്കുന്ന സക്കാത്ത് കൊടുക്കും, കഴിഞ്ഞിട്ട് പിന്നെ ഫിത്ർ സക്കാത്ത് കൊടുക്കണം, പിന്നെ സ്വാഭാവികമായിട്ട് വീട്ടിൽ നടക്കുന്ന എന്തെങ്കിലും ഇഫ്താറിന്റെ പാർട്ടിനെങ്കിൽ അതിന് പണം ചെലവഴിക്കണം, പിന്നെ പള്ളികളിലും മറ്റ് സംഗതികൾക്കും വേണ്ടി ഒരുപാട് പിരിവുകൾ വരും, അതിനും കൊടുക്കണം, പിന്നെ സ്വാഭാവികമായി പെരുന്നാളിന് വേണ്ടി ഡ്രസ്സ് എടുക്കാൻ കുറേ സാമ്പത്തികമായ സംഗതി വരും. അപ്പം സക്കാത്ത് കൊടുത്ത് തീരുമ്പോഴേക്കും ബാക്കിയുള്ള ഇനി നമുക്ക് സ്വതക്ക കൊടുക്കാൻ പൈസ കുറയും, അല്ലെങ്കിൽ ബാക്കിയുള്ളത് ഇങ്ങനെ കൊടുക്കുമ്പോഴേക്കും സക്കാത്ത് കൊടുക്കാൻ മനസ്സിലിങ്ങനെ ശൈത്താൻ ഇങ്ങനെ വെറുതെ പ്രലോഭിപ്പിക്കും. അപ്പൊ ഏറ്റവും നല്ലൊരു മാർഗം, ദീനിയായൊരു മാർഗം, നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടാവുമ്പോൾ നമ്മൾ പള്ളി കമ്മിറ്റിയെ കണക്ക് ബോധ്യപ്പെടുത്തി സക്കാത്തിന്റെ നീയത്തിൽ അണ്ടർലൈൻ ചെയ്യാണ്. സക്കാത്തിന്റെ നീയത്തിൽ എല്ലാ വെള്ളിയാഴ്ചയോ മാസത്തിൽ രണ്ട് പ്രാവശ്യമോ വെള്ളിയാഴ്ചകളിൽ കൊടുത്ത് പേര് കൊടുത്തതായാൽ റമദാൻ ആകുമ്പോഴേക്കും നമ്മുടെ സക്കാത്ത് കണക്ക് കൂട്ടുമ്പം ഉദാഹരണം 10,000 റുപ്യ കൊടുക്കുകയാണെങ്കിൽ നിലവിൽ ഒരു വർഷത്തിൽ ഓരോ വെള്ളിയാഴ്ച നമ്മൾ 500, 1000, 2000 വെച്ചിങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ബാക്കി ചിലപ്പോൾ ഒരു 4,000 ഒക്കെ കൊടുക്കാൻ ബാക്കി ഉണ്ടാവുള്ളൂ. ബാക്കി നമ്മൾ കൊടുത്തിട്ടുണ്ടാവും. സക്കാത്തിന്റെ നീയത്തിൽ കൊടുക്കണം. ഇത് പരിഗണിച്ചുകൊണ്ടാണ് നമ്മളുടെ ഇസ്ലാമികമായി ഏറ്റവും പ്രധാനപ്പെട്ട ഫർളായ കാര്യം മുടങ്ങിപ്പോകരുത്, സുതാര്യം കൂടിയാകണം, ലളിതമാകണം എന്നതുകൂടി പരിഗണിച്ചുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു സംവിധാനം തുടങ്ങിയിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് അതിങ്ങനെ ഘട്ടം ഘട്ടമായിട്ടാണ് ചാലുവാകുക. നമുക്കറിയാം, നമ്മളാണ് മുന്നിൽ നിൽക്കേണ്ടത്. പറ്റുന്ന ആളുകൾ എല്ലാ വെള്ളിയാഴ്ചയോ 2 വെള്ളിയാഴ്ച കൂടുമ്പോൾ 1000, 500, എത്രയാണ് കഴിയുന്നത് അത് പേര് കൊടുത്ത് സക്കാത്തിന്റെ വിഹിതത്തിലേക്ക് കൊടുത്തു തീർന്നാൽ ഇൻഷാ അല്ലാഹ് റമദാനാകുമ്പോഴേക്കും നമ്മൾക്ക് കൃത്യമായ കണക്കുണ്ടാവും. നമ്മൾക്ക് കൂടുതൽ സ്വതക്ക കൊടുക്കാനും കഴിയും. അതോടൊപ്പം അതത് സമയങ്ങളിൽ പാവപ്പെട്ടവർ വരുമ്പോൾ നമ്മൾക്ക് പരിഹരിക്കുവാനും പരിഗണിക്കുവാനും കഴിയും. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ അബദ്ധങ്ങളും ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളും റഹ്മാനായ നാഥ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ. റഹ്മാനെ, കത്തിയാൾ നരകത്തിൽ നിന്നും കഠിനമായ ശിക്ഷയിൽ നിന്നും അതിശക്തമായ പരലോകത്തിൽ വിചാരണയിൽ നാഥ നീ ഞങ്ങളെ എല്ലാവരെയും കാത്തുരക്ഷിക്കണമേ. റഹ്മാനെ, അള്ളാഹു ഞങ്ങളുടെ ബാപ്പാക്കും ഉമ്മാക്കും നീ സ്വർഗം നൽകി അനുഗ്രഹിക്കണമേ. റഹ്മാനെ, അള്ളാഹു ഞങ്ങളുടെ ഉസ്താദുമാർക്ക് നീ സ്വർഗം നൽകി അനുഗ്രഹിക്കണമേ. റഹ്മാനെ, അള്ളാഹുവെ ഞങ്ങളുടെ കുടുംബത്തെ ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണമേ. റഹ്മാനെ, അള്ളാഹുവെ ഞങ്ങളുടെ മക്കൾക്ക് ദീനിയായ ബോധവും തഖ്വയും ഈമാനും ദീനിനോടുള്ള ഇഷ്ടവും നൽകി നീ തൗഫീഖ് നൽകണമേ. റഹ്മാനെ, അള്ളാഹുവെ ഞങ്ങളുടെ വരുമാനങ്ങളിൽ ഹലാലായ രൂപത്തിലുള്ള വർധനവും ബർക്കത്തും നൽകി നീ അനുഗ്രഹിക്കണമേ. റഹ്മാനെ, അള്ളാഹുവെ ഞങ്ങൾക്കിടയിൽ സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും കുടുംബപരമായും ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആൾക്കാരുടെ നാഥ എല്ലാവരുടെയും പ്രയാസങ്ങൾ നീ ദൂരീകരിക്കണമേ. റഹ്മാനെ, അള്ളാഹുവെ ലോകത്തെവിടെ വെച്ച് എങ്ങനെ മരണപ്പെടേണ്ടി വന്നാലും ശിർക്കില്ലാതെ, ബിദ്അത്തില്ലാതെ, ഖുറാഫാത്തില്ലാതെ ധീരമോഹിതകളായി ജീവിച്ച് മരണപ്പെട്ടു പോകാൻ നാഥ നീ ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകണമേ. റഹ്മാനെ, അള്ളാഹുവെ അള്ളാഹുവിന്റെ ദീനിനെയും അള്ളാഹുവിനെയും ലോകത്തെല്ലാത്തിനേക്കാളും ഉപരിയായി സ്നേഹിക്കാനും ഇഷ്ടപ്പെട്ട് ജീവിക്കുവാനും കഴിയുന്ന മുത്തഖീങ്ങളിൽ നാഥ നീ ഞങ്ങളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. റഹ്മാനെ, അള്ളാഹുവെ ഗൾഫ് നാടുകളിൽ വിദേശ നാടുകളിൽ ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നാഥ സമാധാനവും സമാശ്വാസവും
ബർക്കത്തും നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ കഷ്ടതകൾ അനുഭവിക്കുന്ന സാധുക്കളായ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് സമാധാനവും സമാശ്വാസവും നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ.